നീ എന്നു മാറുമോ വേദനകൾ എന്നു തീരുമോ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ നീ എന്നു മാറുമോ വേദന എന്നു തീരുമോ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ ലേശം താമസം വയ്ക്കല്ലേ നിൽപ്പാൻ ശക്തി തെല്ലുമില്ലയേ ലേശം താമസം വയ്ക്കല്ലേ നിൽപ്പാൻ ശക്തി തെല്ലുമില്ലയേ നീ എന്നു മാറുമോ വേദനകൾ എന്നു തീരുമോ നീ ഇന്നു മാറുമോ വേദനകൾ ഇന്നു തീരുമോ പരദേശിയാണുലകിൽ ഇവിടങ്ങൾ അന്യനല്ലോ നീ എന്നു മാറുമോ വേദനകൾ എന്നു തീരുമോ നീ ഇന്നു മാറുമോ വേദനകൾ ഇന്നു തീരുമോ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ കഷ്ടപ്പാടിൻ
ഇപ്പോൾ റീത്ത് സമർപ്പിച്ചത് കുഞ്ഞുങ്ങളുടെ അമ്മയുടെ സഹോദരൻ മുഖത്തലയിൽ നിന്നുള്ള ആളാണ്. സാബു ആണ്. പ്രത്യേക നന്ദി അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിന് അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആവുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരേണം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സാധു കൊച്ചുകുഞ്ഞു വിദേശി തൻ്റെ മകൻ മരിക്കുമ്പോൾ പാടിയ പാട്ട് നമുക്കേവർക്കും അറിയാം. മരണത്തോട് മല്ലിടുമ്പോൾ പാടി, ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. വീണ്ടും ആ കുഞ്ഞു മരിക്കുകയാണ്. 3 മക്കളായിരുന്നു. തോമസ് കുട്ടി, ശമേൽ കുട്ടി, മറിയാമ്മ. 2ാമത്തെ മകനാണ് മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ മനുഷ്യൻ പാടി, ഭക്തനായ മനുഷ്യൻ വിശ്വാസത്തോടെ പ്രത്യാശയോടെ പാടി, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിഞ്ഞ്. ആ മനുഷ്യൻ തൻ്റെ 62ാമത്തെ വയസ്സിലാണ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നത്. തലേ ദിവസം പറഞ്ഞു, നാളെ ദൈവത്തിൻ്റെ ദിനമാണ്. എല്ലാ മനുഷ്യരും ആ ഭവനത്തിൽ ഇടയാറുമുള ആ മൂത്താമ്പാക്കിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും കൂടിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുന്ന ആ പാട്ട് പാടാൻ. എല്ലാവരും ചേർന്ന് ഉച്ചത്തിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പലർക്കും മനസ്സിലായി എന്തോ സംഭവിക്കാൻ പോവുകയാണ്. പലരും വല്ലാതെ നിലവിളിക്കാൻ തുടങ്ങി. ഹലോ. ആ മനുഷ്യൻ പറഞ്ഞു, ആരും കരഞ്ഞ് എന്നെ വേദനപ്പെടുത്തരുത്, നിലവിളിക്കരുത്, ഇവിടെ ആരും നിന്ന്. ഞാൻ മരിക്കുകയല്ല, ഞാൻ വിശ്രമിക്കാൻ പോവുകയാണ്. മരണം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ മരണം എന്നുള്ള വാക്കല്ല സാധാരണ ഉപയോഗിച്ചിരിക്കുന്നത്. നിദ്ര എന്നൊരു വാക്കാണ്. നിദ്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നാം രാത്രിയിൽ കിടന്നുറങ്ങിയാൽ പ്രഭാതത്തിൽ ഉണരും. ഉറക്കം എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ നമുക്കറിയാം, നാം ഇന്ന് രാത്രിയിൽ കിടക്കാൻ പോയാൽ പ്രഭാതത്തിൽ ഉണരും. അത് നമ്മുടെ ഒരു വിശ്വാസവും പ്രത്യാശയാണ്. അതുപോലെ തന്നെയാണ് മരണം. നമ്മൾ ബേബിച്ചാൻ ഇവിടുന്ന് നമ്മളെ വിട്ടു പോയിരിക്കുക. എന്നാൽ ഇത് ഇവിടെ അവസാനമല്ല. ഈ ഭൗതിക ശരീരം ഇവിടെ ഈ ഭൗതിക ശരീരം ഇവിടെ നമ്മൾ മണ്ണിൽ കൊണ്ടുവച്ചാലും
ഇത് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. നമുക്കെല്ലാവർക്കും തെസ്സലോനിക്കർക്ക് 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നല്ലോ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി ക്രിസ്തുയേശു ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അവനോട് കൂടെ ആകാശമേഖലയിൽ അവനെ വരവേൽക്കുവാനായിട്ട് എതിരേൽക്കുവാനായിട്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മുടെ ബേവിച്ചാനും കാണും. കാരണമുണ്ട്. ബേവിച്ചാൻ കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റവന്, ആരാധനയിൽ പങ്കെടുത്തവന്, തൻ്റെ രക്തവും ശരീരവും ഭക്ഷിച്ചു പാനം ചെയ്തവന്. അങ്ങനെയുള്ളവർക്ക് ക്രിസ്തുവിനോട് ചേർന്ന ഒരു രണ്ടാം ജീവിതമുണ്ട്. വേദപുസ്തകം പഠിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാം അധ്യായം പറയുന്നത്, വാക്യം പറയുന്നത്, ക്രിസ്തുവിൽ മരിക്കുന്നവന് ന്യായവിധിയില്ല. അതിൻ്റെ 36-ാം വാക്യം പറയുന്നു, ക്രിസ്തുവിൽ മരിക്കുന്നവന് ക്രിസ്തുവിനോട് ചേർന്ന ഒരു നിത്യതയുണ്ട്. ആ ഒരു പ്രത്യാശയോടെ നമ്മൾ യാത്ര അയക്കേണ്ടത്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കില്ല. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട. നല്ലൊരു ആയുഷ്കാലം ബേവിച്ചാൻ ഈ ഭൂമിയിൽ ജീവിച്ചു. ഒരു മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായാൽ 80. അത്രയും നാളൊക്കെ കർത്താവിനോട് ചേർന്ന് ഇവിടെ ജീവിപ്പാനുള്ള ഭാഗ്യം. കുറച്ച് നാൾ മാത്രമേ അച്ഛന് ശാരീരികമായുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. അതുവരെയും പള്ളിയിലൊക്കെ ആരാധനയിലൊക്കെ പങ്കെടുക്കും. അതുകൊണ്ട് നമുക്ക് ദുഃഖമല്ല. നമ്മുടെ മാതാപിതാക്കൾ പോകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഭവനങ്ങളിലെ വെളിച്ചമാണ്. അവർ നമ്മളെ വളർത്തിയാണ്, കഷ്ടപ്പെട്ടൊക്കെ വളർത്തി നമ്മളെ ഒരു പരുവമാക്കിയതാണ്. അവർ നമുക്ക് ഒത്തിരി ജോലികൾ തന്നിട്ടാണ് പോകുന്നത്. എന്നാൽ ദുഃഖത്തോടെയല്ല നമ്മൾ യാത്ര അയക്കേണ്ടത്. കർത്താവ് എൻ്റെ മകന് വേണ്ടി ഒരു ഭവനം ഒരുക്കണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിച്ച് എന്നിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കുക, ഞാൻ ഇരിക്കുന്നത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും അത് ചേർക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ഒരു പ്രത്യാശയോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഒരിക്കലും നിരാശയല്ല. മരണം എന്ന് പറയുന്നത് നിരാശയല്ല. പുതിയൊരു ജീവിതത്തിലേക്ക്, ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് കഷ്ടതയും പട്ടിണിയും ദുഃഖവും മുറവിളിയും ഒന്നുമില്ലാത്ത സന്തോഷമായ ഒരു അനുഭവത്തിലേക്കുള്ള പ്രവേശനമാണ്. അതിൻ്റെ ആദ്യ പടിയാണ്. കർത്താവ് വീണ്ടും വരുമ്പോൾ ഒരു ദിവസമുണ്ട്, അന്ന് നമ്മളെ ചേർക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമുക്ക് ബേവിച്ചാനെ കാണാമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് ഹല്ലേലൂയ പറഞ്ഞ് യാത്രയ്ക്ക് നിരാശപ്പെടുവാനല്ല. മക്കൾക്ക് കൂടെ ആയിരിക്കുന്ന ദാസിക്ക് 3 മക്കൾ. എല്ലാവർക്കും വളരെ ദുഃഖത്തിൻ്റെ അനുഭവമാണ്. ബന്ധു ചാർച്ചക്കാർക്കെല്ലാം ദേശത്തിൻ്റെ ദുഃഖമാണ്, ഇടവകയുടെ ദുഃഖമാണ്. കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വളർന്നവരാണ്. സജിയും റജിയും ജൂലിയൊക്കെ ഒരുമിച്ച് ഞങ്ങളിവിടെ സെൻട്രൽ സ്കൂളും യുഎൻഎസ്ഒക്കെ പഠിച്ചു വളർന്നവരാണ്. അങ്ങനെ വലിയൊരു ബന്ധം ഈ ഭവനവുമായിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ദുഃഖം ഞങ്ങളുടെ ഈ പ്രത്യേക തുണ്ടിൽ ഭവനം ഷിബ് സാറൊക്കെ ഇനി അനുശോചനം പറയുമെന്നാലും ഞങ്ങൾ തോമസ് സാറിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം ഞങ്ങൾ പ്രത്യേക ഈ സമയത്ത് അറിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഈ മക്കളെയൊക്കെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് കാണുവാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ദുഃഖത്തിൻ്റെ അനുഭവമല്ല, ഇത്രയും നാൾ ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തല്ലോ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞ് നമുക്ക് യാത്ര അയക്കാം. ദൈവം അതിന് നിങ്ങളെ ബലപ്പെടുത്തട്ടെ, നമ്മളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ. തുടർന്ന് ശുശ്രൂഷയിലൊക്കെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കും. പ്രാർത്ഥിക്കും. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരം നിനക്കാം. കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചാൽ ഒരു ദിവസം വെളിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടതാണ്. എന്നാൽ എപ്പോഴാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. കർത്താവേ, ഞങ്ങളുടെ ബേവിച്ചാന് ദീർഘനാൾ ഈ ഭൂമിയിൽ ജീവിപ്പാനുള്ള ഭാഗ്യം കൊടുത്തല്ലോ. അവിടുന്ന് ചെറുപ്രായം മുതൽ ഇതുവരെയും ഈ നിമിഷം വരെയും കർത്താവെ കാത്തു പരിപാലിച്ച വലിയ കൃപയ്ക്കാട് സ്തോത്രം. നിന്റെ മകൻ നൽകിയ എല്ലാ നല്ല മാതൃകകൾക്കാട് സ്തോത്രം. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുവാൻ കർത്താവെ അവരെ പഠിപ്പിച്ച് മിടുക്കരാക്കി കർത്താവെ വിവിധ മേഖലകളിൽ കർത്താവ് ജോലിയൊക്കെ ലഭിപ്പാൻ, നല്ല ജോലികളിൽ ഏർപ്പെടുവാനൊക്കെ കർത്താവെ ആ ഒരു മാതൃകയോടെ വളർത്തുവാൻ അവരെ സഹായിച്ചല്ലോ. നൽകിയ എല്ലാ മാതൃകകൾക്കാട് സ്തോത്രം. ആത്മീയ മാതൃകകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ദേവാലയത്തിൽ വരുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ കുടുംബമായിട്ട് കർത്താവയുടെ നിലനിൽപ്പാൻ അവിടെ സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, നിന്റെ മകൾ ഈ ലോകത്ത് മാറ്റപ്പെട്ടതിന് ശേഷം കർത്താവെ ഇന്ന് ആളുകൾ കർത്താവെ പുതിയ മകളോട് ഒരുമിച്ച് കർത്താവെ സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കാൻ സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, എന്നാൽ കർത്താവെ ഒരു മനുഷ്യൻ്റെ ആയുസ് 80 വരെ പോകും. എന്നാൽ അതിനപ്പുറമായിട്ട് എൻ്റെ കർത്താവ് ഒരുക്കുന്ന ഒരു ഭവനമുണ്ട്. ആ ഭവനത്തിലേക്ക് കർത്താവെ പ്രവേശിപ്പിക്കുന്ന ഒരു നിമിഷമുണ്ട്. കർത്താവ്, നിന്റെ മകനെ ആ ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. സ്വർഗീയ സമാധാനം കൂടെ അവിടെ
നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാസിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ആളുകൾ കൂടെ ആയിരുന്നല്ലോ കർത്താവേ. ഏകയാണെന്ന് ചിന്ത ദൈവമേ കൊടുക്കരുതേ. അപ്പൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഓരോ മാതാപിതാക്കളും ഞങ്ങളെ വിട്ടുപോകുമ്പോൾ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന വലുതാ. എന്നാപ്പാ നിന്റെ സ്വർഗീയ സമാധാനത്തിൽ ഞങ്ങൾ എല്ലാവരും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയ്ക്ക് അനുകൂലമാക്കണേ. തുടർന്ന് ശുശ്രൂഷയിലേക്ക് അപ്പൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണമേ. അച്ഛന്മാരെ ബലപ്പെടുത്തണം. വരാനുള്ളവരെ കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യവും അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. നിന്റെ കൃപ നിന്റെ മക്കളോട് എല്ലാവരും കൂടിയിരിക്കണം കർത്താവേ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞ് യാത്ര ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. കുറവുകൾ ക്ഷമിക്കണമേ, പാപം പൊറുക്കണമേ. പ്രാർത്ഥന കേട്ടതിനാട് സ്തോത്രം. വിഭാനത്തോട് കൂടിയിരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ താഴ്മയായി ഞങ്ങൾ അപേക്ഷിക്കുന്ന പശ്ചതയോടെ കേൾക്കണമേ. ആമീൻ. ഇപ്പോൾ വചനവും പ്രാർത്ഥനയും നടത്തിയത് വാളകം വലിയ പള്ളിയിലെ കൊയർ മാസ്റ്റർ പോൾ കെ തോമസ് ആണ്. ഞങ്ങളുമായി വളരെ ആത്മബന്ധവും സ്നേഹവും കാത്തു സൂക്ഷിക്കുന്ന ഒരു സുവിശേഷകൻ കൂടിയാണ് പോൾ കെ തോമസ്. പോൾ കെ തോമസിൻ്റെ ഈ വചന ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ പ്രത്യേകം കുടുംബമായി നന്ദി അറിയിക്കുന്നു. ഈ ഉലകിൽ കാൺമതും മായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ പത്തോ ഏറെയായ 80 മാത്രം നീളുമായും സതു നിനച്ചാൽ കഷ്ടത മാത്രം ലാഭം കീർത്തി നഷ്ടമാകും
ഇപ്പോൾ ബൊക്കെ വെച്ചത് ലില്ലിക്കുട്ടി അമ്മാമ്മയുടെ അമ്മാച്ചൻ്റെ മകൻ ഷാജിയും കുടുംബവുമാണ്. അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. രണ്ട് കൊരിന്ത്യർ 2-ാം അധ്യായം. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പിണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കാൻ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസ്സാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വകയുണ്ടാവേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. ഞങ്ങൾ വിവശന്മാർ എന്ന് വരികിൽ ദൈവത്തിനും സുബോധമുള്ളവർ എന്ന് വരികിൽ നിങ്ങൾക്കും ആകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതു കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പാപം അറിയാത്തവനെ നാം അവന് ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. സഭാപ്രസംഗി 3-ാം അധ്യായം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളവാൻ ഒരു കാലം, പണിയുവാൻ ഒരു കാലം, കരവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലുവയ്പ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ലുപിറക്കി കളവാൻ ഒരു കാലം, കല്ലുപിറക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാക്കുവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം, എറിഞ്ഞു കളവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദേഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിന് ഒരു കാലവും ഉണ്ട്.
പ്രയത്നിക്കുന്നവന് തൻ്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതുമല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു. ഏതു മനുഷ്യനും തിന്നുകുടിച്ച് തൻ്റെ സകല പ്രയത്നം കൊണ്ട് സുഖം അനുഭവിക്കുന്നതും ദൈവത്തിൻ്റെ ദാനം ആകുന്നു. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു. അതിനോട് ഒന്ന് കൂട്ടുവാനും അതിൽ നിന്ന് ഒന്ന് കുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടുത്തേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു, ഉണ്ടാകുവാനുള്ളതും മുമ്പുണ്ടായിരുന്നതും തന്നെ. കഴിഞ്ഞുപോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. പിന്നെയും ഞാൻ സൂര്യന് കീഴെ ന്യായത്തിൻ്റെ സ്ഥലത്ത് ന്യായക്കേടും നീതിയുടെ സ്ഥലത്ത് നീതികേടും കണ്ടു. ഞാൻ എൻ്റെ മനസ്സിൽ ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും. സകല കാര്യത്തിനും സകല പ്രവൃത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ഇത് മനുഷ്യർ നിമിത്തമത്രേ. ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും ഞങ്ങൾ മൃഗങ്ങൾ മാത്രം എന്ന് അവർ കാണേണ്ടതിനും തന്നെ. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു. രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു. രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യന് മൃഗത്തേക്കാൾ വിശേഷതയില്ല. സകലവും മായയല്ലോ. എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം വീണ്ടും പൊടിയായി തീരുന്നു. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ ആർക്കറിയാം? അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു. അതുതന്നെ അവൻ്റെ ഓഹരി. തൻ്റെ ശേഷം ഉണ്ടാകുവാനിരിക്കുന്നത് കാണുവാൻ ആർ അവനെ മടക്കി വരുത്തും? ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവ മക്കൾക്കുള്ളാശ്രയമേ, പരിലസിക്കും സ്വർഗവീതിയിൽ അതികുതുകാൻ ഇന്നോ ഞാൻ ചേർന്നിടുമോ? വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം. ഇന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ? ഇന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ? ഇന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ? ഇന്നു ഞാൻ ചേർന്നിടുമോ? മുത്തിനാൽ നിർമ്മിതമാ ഉള്ള 12 ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ മമ കൺകൾ ഭാരം കൊതിച്ചിടും നേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ. ഇന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ? ഇന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ? ഇന്നു
സ്തുതിനാദം സദമുഴങ്ങും ശാലേം വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേം എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ സങ്കീർത്തനം 84. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ള യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷിക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
മുൻപേ പോയിടുന്നു ഭാഗ്യം ഉള്ളവർ മണ്ണിൽ ഉള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ മണ്ണിൽ ഉള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ രണ്ടിനാ ഞരങ്ങി ഞാനും വാഞ്ചിച്ചിടുന്ന ആത്മ വീണ്ടെടുപ്പാ പുത്രസന്തോഷത്തിലെ തൂവാ വീണ്ടെടുപ്പാ പുത്രസന്തോഷത്തിലെ തൂവാ ലോകസംബന്ധഭവനം വിട്ടുപോയെന്ന മോക്ഷേ കൈകളാ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ മോക്ഷേ കൈകളാ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ പ്രാവിനെ പോൽ രണ്ടു ചീറുണ്ടെന്നാകിൽ ശീഘ്രം എത്തും പാരം എൻ്റെ മാണ വാളൻ സന്നീതോ ശീഘ്രം എത്തും പാരം എൻ്റെ മാണ വാളൻ സന്നീതോ
139 സങ്കീർത്തനം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാവുന്നു. അത് എനിക്ക് ഗ്രഹിച്ചു കൂടാത്തവണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ചു ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിന് ചിറക് ധരിച്ചു സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്നു ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. എനിക്കായി നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എത്ര ഘനമായവ! അവയുടെ ആകത്തുകയും എത്ര വലിയത്! അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു. ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ടുപോകുവേൻ. അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃഥാ എടുക്കുന്നു. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദേഷ്യത്തോടെ അവരെ ദേഷിക്കുന്നു. അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകൾ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം, കരവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിരവിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കളവാൻ ഒരു കാലം, കല്ല് പെറുക്കി ഇടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാക്കുവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം, എറിഞ്ഞു കളവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തിന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദേക്ഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിനെ ഒരു കാലവും സമാധാനത്തിനെ ഒരു കാലവുമുണ്ട്. പ്രയത്നിക്കുന്നവനെ തൻ്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും അതിൻ്റെ സമയത്തെ ഭംഗിയായി ചെയ്യും. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതുമല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു. ഏത് മനുഷ്യനും തിന്നു കുടിച്ചു തൻ്റെ സകല പ്രയത്നം കൊണ്ടും സുഖം അനുഭവിക്കുന്നതും ദൈവത്തിൻ്റെ ദാനമാകുന്നു. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോടെ ഒന്നും കൂട്ടുവാനും അതിൽ നിന്ന് ഒന്നും കുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടുത്തേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു, ഉണ്ടാകുവാനുള്ളതും മുമ്പ് ഉണ്ടാകുന്നത് തന്നെ. കഴിഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. പിന്നെയും ഞാൻ സൂര്യന് കീഴെ ന്യായത്തിൻ്റെ സ്ഥലത്ത് ന്യായക്കേടും നീതിയുടെ സ്ഥലത്തെ നീതികേടും കണ്ടു. ഞാൻ എൻ്റെ മനസ്സിൽ ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും. സകല കാര്യത്തിനും സകല പ്രവൃത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ഇത് മനുഷ്യർ നിമിത്തമത്രേ. ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിന് തങ്ങൾ മൃഗങ്ങൾക്ക് മാത്രമേ അന്ന് അവർ കാണേണ്ടതിനും തന്നെ. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു. രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു. രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യനെ മൃഗത്തേക്കാൾ
വിശേഷതയില്ല, സകലവുമായല്ലോ. എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ. ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായി തീരുന്നു. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ, മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് പോകുന്നു, കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ ആർക്കറിയാം. അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു. അതുതന്നെ അവൻ്റെ ഓഹരി. തൻ്റെ ശേഷം ഉണ്ടാകാനിരിക്കുന്നത് കാൺമാൻ ആർ അവനെ മടക്കി വരുത്തും. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്ന, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ ആടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ ആടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ലോകസുഖം എന്തു താരും ആത്മക്ലേശം അതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർത്തിക്കുന്നു. സൗഭാഗ്യമുള്ള ആത്മജീവൻ
കഷ്ടതയാൽ വർത്തിക്കുന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. ജീവനത്തിൽ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട. ജീവനത്തിൽ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട. കൂടാരത്തിനകത്തുണ്ട് ശക്തിനായും ഉണ്ടാവിടെ. കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. ഭക്തന്മാരാം സഹോദരർ വിളക്കുപോൽ കൂടെ ഉണ്ട്. ഭക്തന്മാരാം സഹോദരർ വിളക്കുപോൽ കൂടെ ഉണ്ട്. പ്രാർത്ഥനയിൽ ധൂപമുണ്ട്, മേശമേലെൻ്റെ അപ്പമുണ്ട്. പ്രാർത്ഥനയിൽ ധൂപമുണ്ട്, മേശമേലെൻ്റെ അപ്പമുണ്ട്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. പ്രാകാരത്തിൽ എൻ്റെ മുമ്പിൽ യേശുവിനെ കാണുന്നു ഞാൻ. പ്രാകാരത്തിൽ എൻ്റെ മുമ്പിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠ അവനത്രേ എന്നും എൻ്റെ രക്ഷയാവേൻ. യാഗപീഠ അവനത്രേ എന്നും എൻ്റെ രക്ഷയാവേൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. സന്തോഷത്തോടതു ഹല്ലേലൂയ പാടിടും ഞാൻ. ദിനം തോറും പുതുക്കും നാം ശക്തി എന്നിൽ പകരുവാൻ
ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള പിത്തള തൊട്ടിയുമുണ്ട്. സ്വച്ഛജലം വെച്ചിട്ടുള്ള പിത്തള തൊട്ടിയുമുണ്ട്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേ ഉള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. 1 യോഹന്നാൻ 3-ാം അധ്യായം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്നും നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനുമല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ ആകുന്നത്. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതി ഉള്ളതുകൊണ്ടുമത്രേ.